കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കളഭം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പുതിയ തരം താമര, നല്ല ഭംഗിയുള്ള കളഭം കൊണ്ട് താമരപ്പൂ ചാർത്തിയുണ്ട്. അതിൻ്റെ ഉള്ളൊരു ചമ്രം പണിഞ്ഞിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ, രണ്ട് കാലിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ചമ്രം പണിഞ്ഞിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. രണ്ട് കാലുമേനും പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു മിണ്ടുക്കാൻ നല്ല കൗതുക കാണാൻ. 5 ഗോപീതിലകങ്ങൾ കൊണ്ട് മാല പോലെ ചാർത്തിയിട്ടുണ്ട്, അത് നല്ല കൗതുക. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണൂറിലുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി, എന്തൊരു ഭംഗിയറിയോ കാണാൻ. ആകെ ഒരു പ്രകാശ, കളപ്പത്തിനും നല്ല കളറ്, തിലകങ്ങളും തിളങ്ങ, ഇങ്ങനെ ആകെ വിളക്കിൻ്റെ ശോഭയിൽ ആകെ ഒരു തിളക്ക, നല്ല ഭംഗിയാണ് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി താമരക്കണ്ണ ഇരിക്കണത്. താമരക്കണ്ണൻ്റെ ഇരിപ്പ് കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരുണ്ട് താമരക്കണ്ണൻ ചമ്രം പണിഞ്ഞിരിക്കുക താമരപ്പൂവിൻ്റെ ഉള്ളിൽ. നല്ല രസമായിട്ട് കുഞ്ഞി കാലുകളും കാണാം, പട്ടുകോണ കൊടുത്തതും കാണാം, കെങ്ങിണിയൊക്കെ കാണാം കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിന് സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി പുതിയൊരു പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അത് നല്ല കൗതുകം. അത് എന്ത് പോലെയെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ പുതിയ പൊന്നിൻ കിരീടത്തിന് മുകളിലതാ ഒരു തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട്, തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട്. അതുപോലെ കഴുത്തിൽ അത് എല്ലാം തെച്ചിപ്പൂമയാ. തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട്, ഇടയിൽ തുളസി അങ്ങനെ ഇടകലർന്ന് തടിച്ചുരുണ്ടവരുണ്ട മാല. മറ്റേ രണ്ടാമത്തെ ഉണ്ടമാലയൊക്കെ ഒക്കെ ഈ കിരീടത്തിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ചാർത്തിരിക്കണത് കേട്ടോ, താഴത്ത് വരെയായിട്ട്. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ താമരയും തെച്ചിപ്പൂ ധാരാളം, താമരയും തുളസിയൊക്കെ ഇടയിലുണ്ട്, അങ്ങനെ കുറേശ്ശെയായിട്ട്. അങ്ങനെ ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലയും ഒരു തിരുമുടിമാലയാണ് ചാർത്തിരിക്കണത്. നല്ല കൗതുക കാണാൻ. ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി താമരപ്പൂരിലിരിക്കണം, നല്ല ഭംഗിയുടെ താമരക്കണ്ണൻ. അതോ കണ്ണന് വേണ്ടപ്പെട്ട 2 സാധനങ്ങളും കയ്യിലുണ്ട്, ഓടക്കുഴലും ഉണ്ട്, വെണ്ണൂറിലയും ഉണ്ട്. പിന്നെ കണ്ണന് അങ്ങനെ സന്തോഷമായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്തിരിക്കണം ആ സച്ചിദാനന്ദ കട്ടയെ കാണാൻ നല്ല കൗതുക, നല്ല സന്തോഷമാണ് നമുക്ക് കണ്ടാൽ തന്നെ. അത്ര രസമായിട്ട് ഒരു മിടുക്കനൊരു ഉണ്ണി. അതുപോലെ തിരുമുടി മാലകളുടെയൊക്കെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു താമരപ്പൂ മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ തെച്ചി മാത്രമായിട്ടൊരു ഉണ്ടമാല, തന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊരു ഉണ്ടമാല. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 ഉണ്ടമാല. പിന്നെയുണ്ടല്ലോ പിന്നെ എന്താ വെളുത്ത പൂ മാത്രമായിട്ട് ധാരാളം, പിന്നെ അതിൻ്റെ തെച്ചി ധാരാളം, അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. അങ്ങനെ 5-8 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. നല്ല സന്തോഷം കണ്ടത് തന്നെ. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ താമരപ്പൂലിരിക്കണം ആ ഉണ്ണിക്കണ്ണൻ. നല്ല രസമാണ്, വെണ്ണൂറിലെയും മോടക്കുഴലും കയ്യിൽ പിടിച്ചുകൊണ്ട് മിടുമിടുക്കനായിട്ടൊരുണ്ട്. ഞാൻ കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. നാരായണ. വാദങ്ങളെല്ലാം അനുഭൂതി ലേശം കിട്ടാത്തവൻ ചെയ്യൊരു വേലയത്രേ. പാതാരവിന്ദസവ പാതാരവിന്ദാസവമുണ്ടവന്നു മിണ്ടാൻ രസം തോന്നുകയില്ല പിന്നെ. വിഭീഷണനന്നു കൊടുത്തതായ വരം സരോജാക്ഷനെ എനിക്കുമേകൂ. പാതാരവിന്ദങ്ങൾ മറന്നിടുമ്പോൾ വയറ്റിലെന്തോ കടി തോന്നിയിടട്ടെ. മറക്കരുത്, നാമം ജപിക്കാൻ തോന്നണം. ആ പാതാരവിന്ദം മനസ്സിൽ തെളിയണം, നാമം ജപിക്കാൻ തോന്നണം. അപ്പം എന്താ അതിനെ അതിൽ അനുഭവിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ താമരപ്പൂവിലിരിക്കണം ആ താമരക്കണ്ണൻ്റെ തൃപ്പാദം 2 മുറുകെ പിടിക്കുക. ഭക്തന്മാരാക്കി നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ 2 തൃപ്പാദം ഇങ്ങനെ കൂട്ടിങ്ങനെ അടിഭാഗം കൂട്ടിമുട്ടിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കണത്, അത്ര രസമായിട്ടായിരിക്കണത്. ഗുരുവായൂരപ്പ ആ ചമ്രം പണിഞ്ഞിരിക്കണം ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ടേ. ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കുക, നല്ല പുഞ്ചിരി തൂക്കി കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്കം നാമം ജപിക്കാം. നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരിക്കണത് കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. എല്ലാവരും മനസ്സിലാ രൂപം വിചാരിച്ചോളൂ കേട്ടോ. അല്ലാതെ കണ്ട് സന്തോഷവും അത്ര രസമാണ്. ജപിക്കല്ലേ നാമം, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.